ചെറുകഥ ഇരുട്ടും വെളിച്ചവും. കടപ്പാട് സോഷ്യൽ മീഡിയ. ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ. മനോജേട്ടൻ്റെ തയ്യൽക്കടയുടെയും ബാവുക്കാൻ്റെ ഹോട്ടലിൻ്റെയും ഇടയിലുള്ള ഇരുണ്ട ഇടനാഴിയിൽ വെച്ചാണ് കാലങ്ങൾക്ക് ശേഷം ഇരുട്ടും വെളിച്ചവും കണ്ടുമുട്ടിയത്. ഹോട്ടലിൻ്റെ പുകമൂടിയ പിന്നാമ്പുറത്തെ കറുത്ത മാറാലകളിൽ ഇരുൾ വീണ് പറ്റിപ്പിടിക്കുന്ന ഒരു വൈകുന്നേരം. വെളിച്ചമാകട്ടെ ആകാശത്തെ ചുവന്ന ശോഭയിൽ അലിയാൻ തയ്യാറായി നിൽക്കുന്നു. നീ എന്തിനാണ് പകൽ സമയം നിഴലുകളായി വന്ന് എന്നെ അലോസരപ്പെടുത്തുന്നത്? വെളിച്ചം ഇരുട്ടിനോട് ചോദിച്ചു. പെട്ടെന്നായിരുന്നു ഇരുട്ടിൻ്റെ മറുപടി. നീ എന്തിനാണ് നിലാവെളിച്ചമായി വന്ന് രാത്രിയിൽ എന്നെ ശല്യം ചെയ്യുന്നത്? വെളിച്ചം പറഞ്ഞു, നീ ഒരു ശാപമാണ്. മനുഷ്യർക്ക് തെറ്റുകൾ ചെയ്തു കൂട്ടാനുള്ള ഒരു മറ മാത്രമാണ് നീ. അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് നിന്നെ വെറുപ്പാണ്. അതുകൊണ്ടാണവർ രാത്രിയിൽ കൃത്രിമ വെളിച്ചം സൃഷ്ടിക്കുന്നത്. ഞാനാണെപ്പോഴും സത്യത്തെ വഹിച്ചു കൊണ്ടുവരുന്നത്. മറുപടിയൊന്നും പറയാനാവാതെ ഇരുട്ട് കുറച്ചു നേരം മൂകനായി. പിന്നെ ഒരു അനിവാര്യത പോലെ വെളിച്ചത്തിനുമേൽ ചാഞ്ഞു വീണു. പിറ്റേന്ന് പെരുമഴയുള്ള ദിവസം വെളിച്ചം ഇരുട്ടിനെ തേടിയിറങ്ങി. തലേന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വെളിച്ചത്തിന് വ്യഗ്രത കൂടി. എന്നാൽ കിഴക്കൻ ചെരുവിൽ വവ്വാലുകൾ പാർക്കുന്ന ഇടിഞ്ഞു വീഴാറായ ആ പുരയ്ക്കുള്ളിലോ പാടത്ത് ചീഞ്ഞ അടക്കയുടെ മണമുള്ള ചാലിൻ്റെ മൂലയിലെ പൊത്തുകളിലോ എത്ര തിരഞ്ഞിട്ടും ഇരുട്ടിനെ കണ്ടെത്താൻ വെളിച്ചത്തിന് കഴിഞ്ഞില്ല. അവസാനം മഴ മാറിയ വൈകുന്നേരം മനോജേട്ടൻ്റെ തലയ്ക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഇരുട്ടിനെ അപ്രതീക്ഷിതമായി വെളിച്ചം കാണാനിടയായി. നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഇരുട്ട് മൗനിയായിരുന്നു. പെട്ടെന്നാണ് മനോജേട്ടൻ്റെ 5 മക്കളിൽ ഇളയയാൾ പാരീസിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചത്. അച്ഛാ, ഞാൻ 4 മണിക്കൂർ മുമ്പെത്തി. കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ദിവാകരേട്ടൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞരമ്പുകൾ ചീർത്ത കൈകളും രോമം ചാഞ്ഞു കിടക്കുന്ന കാലുകളും അനക്കാതെ നിർവികാരനായിരിക്കുന്ന മനോജേട്ടൻ്റെ തലയ്ക്കുള്ളിൽ ഇരുട്ട്. ശാന്തനായിരിക്കുന്നത് വെളിച്ചം അല്പനേരം നോക്കി നിന്നു. പിന്നെ ഒരു ജാള്യതയോടെ മനോജേട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ഊളിയിട്ട് ഒളിച്ചിരുന്നു.